ഹായ് വിജയകുമാർ, ഗുഡ് ഈവനിംഗ്. എല്ലാവർക്കും ഗുഡ് ഈവനിംഗ്. നിങ്ങൾക്കൊരു നല്ല സായാഹ്നം നമ്മൾ ആശംസിക്കുന്നു. ഇനി കൃത്യം ഒരു മാസം കൂടി, അതായത് ഒരേ ഒരു മാസമേ ഉള്ളൂ നമ്മൾ പോളിംഗ് ബൂത്തിലെത്താം. അപ്പൊ 30 ദിവസം കഴിഞ്ഞാൽ പൊളിക്കൂ. അതെ പൊളിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വാർത്തകൾക്കൊന്നും ഒരു പഞ്ഞമില്ല. ഏത് ദിവസവും ആയിക്കോട്ടെ. ഇപ്പൊ കോവിഡ് കാലം പോലെ എല്ലാ ദിവസവും ഒരേ നിറവാണ് അല്ലേ? കടുത്ത ചൂടാണ്, അതിനേക്കാളും വലിയ രാഷ്ട്രീയ ചൂടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു 45-50 മിനിറ്റ് നേരം കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കും കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ കാലാവസ്ഥയെന്നും കൂലങ്കഷമായി പരിശോധിക്കുന്ന ആരംഭിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സ്വാഗതം. മിസ്റ്റർ വിജയകുമാർ, ഇലക്ഷൻ സ്റ്റണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം AK ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെയായി പുറത്തേക്ക്. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ ബാറ്റിലാണ് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്ന തീരുമാനം ഈ എടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ അദ്ദേഹം ആരോഗ്യം അനുവദിച്ചാൽ പ്രചാരണത്തിന് പോകും. ആർക്കെതിരെയാണ്? മകൻ അനിൽ ആന്റണിക്കെതിരെ. പക്ഷേ പാർട്ടി പറഞ്ഞാലേ പോകൂ. ആരോഗ്യം അനുവദിക്കണം. പാർട്ടി പറഞ്ഞാലും ആരോഗ്യം അനുവദിക്കണം. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടോ? ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ എന്തായാലും പാർട്ടി പറയുമ്പോൾ ആരോഗ്യം അനുവദിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പാർട്ടിയും പറയണം ആരോഗ്യം അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ പോകും. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ ഇലക്ഷൻ ഹോട്ട് തീ പാറുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഇലക്ഷൻ ഹോട്ട്. സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിന്റെ പിന്തുണയോടെ മത്സരിക്കുമോ? ഇന്ന് മുഴുവൻ അലയടിച്ചെന്ന ആ ചോദ്യത്തിന് ഇനി ഉത്തരമായിട്ടില്ല. അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ട് കോൺഗ്രസ് സസ്പെൻസ് തുടരുന്നു എന്നാണ് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ ഇലക്ഷൻ ഹോട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഈ ദീർഘമായ പ്രചാരണ കാലയളവ് സ്ഥാനാർത്ഥികൾക്ക് മുന്നണികൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ചെലവ് തന്നെയാണ്. പണം കണ്ടെത്താൻ കോൺഗ്രസ്സുകാർ അതാണ് അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കരുതി അവരുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് ഫ്രീസ് ആക്കി വെച്ചിരിക്കുന്നു. കൂപ്പണുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂപ്പൺ പിരിക്കുന്നു. പല PCCകളും പറയുന്നു ഇങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഈ വോട്ടർ ചോദ്യം ചോദിക്കും, ഇലക്ഷൻ ഫണ്ട് വേണോ വോട്ട് വേണോ, ഏത് പ്രിഫർ ചെയ്യുന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇലക്ഷൻ ഹോട്ടിലെ ആദ്യത്തെ സ്റ്റോറിയും അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന മുന്നണികൾ, സ്ഥാനാർത്ഥികൾ, പാർട്ടികൾ. അതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല. ഇതാണ് ദശാബ്ദങ്ങളോളം രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ. രാജ്യത്താകെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നത് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാനാവുന്നില്ല എന്നതാണ്. ഡൽഹിയിൽ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിലായി 11 അക്കൗണ്ടുകളാണുള്ളത്. 115 കോടി ഈ അക്കൗണ്ടുകളിലുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പണമെല്ലാം കൊണ്ടുപോയി. കാരണം ആദായ നികുതി വകുപ്പിന്റെ പിഴശിക്ഷയും പലിശയും അടയ്ക്കാതിരുന്നത്. 6 വർഷം മുൻപുള്ള ആദായ നികുതി റിട്ടേൺ വിഷയത്തിലാണ് നടപടി. 2017-18 വർഷത്തെ റിട്ടേൺ ഡിസംബർ 31 മുൻപ് നൽകിയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതിയിൽ ഇളവുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ന്യായീകരണം. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് കോൺഗ്രസിന്റെ നിലവിലെ സ്ഥിതിക്ക് കാരണമെന്ന് BJP. Congress party has not complied with this rule that no political party can receive donations beyond 20,000 rupees. Astonishingly, I don't know why, despite knowing the rules, Congress party had accepted a donation worth 14 lakh rupees. 14 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സംഭാവന വാങ്ങിയാൽ ആദായ നികുതി ഇളവിന്റെ പരിരക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടമാകുമെന്ന് ആദായ നികുതി വകുപ്പ് അധികൃതർ പറയുന്നു. 2021 കോൺഗ്രസ് അടയ്ക്കേണ്ടിയിരുന്നത് 105 കോടി, അടച്ചത് 2.5 കോടിയും. 20% 21 കോടി രൂപയെങ്കിലും അടച്ചെങ്കിൽ സമയപരിധി നീട്ടിക്കിട്ടിയനെ. അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. ഇതോടെ നേതാക്കൾ നെട്ടോട്ടമായി. തെരഞ്ഞെടുപ്പ് കാലമാണ്. രാജ്യമാകെ നേതാക്കൾ പറന്നു നടക്കേണ്ടതാണ്. എന്നാൽ വിമാനം പോയിട്ട് ട്രെയിനിൽ പോകാൻ 2 രൂപ പോലും പാർട്ടിക്ക് എടുക്കാനാവാത്ത സ്ഥിതിയെന്ന് രാഹുൽ ഗാന്ധി. We can do no campaign work. We cannot support our workers. We cannot support our candidates. Our leaders cannot fly from one part of the country to the other. Forget fly. They can't take a railway train. And this has been done literally 2 months before the election campaign. വോട്ടുകാലം വൻ ചെലവിന്റേതാണ്. നേരത്തെ സ്ഥാനാർത്ഥികൾ പുതിയ അക്കൗണ്ട് തുടങ്ങുകയും ചെലവിനുള്ള തുക ഹൈക്കമാൻഡ് ഈ അക്കൗണ്ടിൽ ഇട്ട് നൽകുകയുമായിരുന്നു രീതി. പണം വരുന്ന വഴി നിലച്ചതോടെ സ്ഥാനാർത്ഥികളും നേതാക്കളും നെട്ടോട്ടത്തിലാണ്.
കോൺഗ്രസിന്റെ പല സംസ്ഥാന ഘടകങ്ങളും സ്വന്തം വഴി നോക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ സ്ഥാനാർത്ഥികളാകാൻ താൽപ്പര്യമുള്ളവരുടെ ബാങ്ക് ബാലൻസും നോക്കുന്നുണ്ട് സംസ്ഥാന ഘടകം. കേരളത്തിൽ ബൂത്ത് തലം വരെ കൂപ്പൺ അടിച്ചിറക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. ആ BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കേരളത്തിൽ K. കരുണാകരൻ സ്മാരകം INTUC ഫണ്ട് സമരാഗ്നി ഇങ്ങനെ പണപ്പിരിവ് കഴിഞ്ഞ് നടു നിവർത്തിയതേയുള്ളൂ കോൺഗ്രസ് പ്രവർത്തകർ. പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവ്. അടിത്തട്ടിൽ പിരിവ് അപരിചിതമായ മറ്റ് സംസ്ഥാന ഘടകങ്ങൾ പിരിവ് തിരിച്ചടിയാകുമെന്ന നിലപാടുകാരാണ്. ഏതായാലും ജനങ്ങൾ കൈ അയച്ചാലേ കൈ ഉയരൂ എന്ന സ്ഥിതിയിലാണ് കോൺഗ്രസ്. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അടക്കം പറച്ചിൽ ഇത്തിരി കൂടും. സ്ഥാനാർത്ഥി ജയിക്കുന്ന കാര്യത്തിൽ പറയും, മറ്റു പല കാര്യത്തിലും അടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആളുകൾ പറയുന്നത്, ചില ഗവേഷകരാ പറയുന്നത്, ഈ അടക്കം പറയുക എന്നുള്ള പദം തന്നെ വന്ന് കണ്ണൂരിലെ പൂരക്കളയുന്നതാണ്. അപ്പോ ഈ പൂരക്കാലത്ത് പൂരം കഴിഞ്ഞൊക്കെ ദേവതയെ പറഞ്ഞു വിടുമ്പോൾ പറയാറുണ്ടെന്ന്, പോകുമ്പോൾ നേരത്തെ കാലത്തെ പോണേ കാമ എന്ന് പറയാറുണ്ടെന്നാ പറയുന്നത്. ഇപ്പോ നമുക്ക് അറിയേണ്ട കാര്യം, കണ്ണൂരിൽ ആര് ജയിക്കും? അപ്പൊ നമുക്ക് ഈ മണ്ഡലത്തിൽ പരിചയപ്പെടുത്താം അടക്കം പറച്ചിലൂടെ. നമ്മൾ പരിചയപ്പെടുത്തുന്നു കണ്ണൂർ. പറയുമ്പോൾ കണ്ണൂർ വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. പക്ഷേ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചത് ആ നിലയിൽ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവിടെ LDF-നേക്കാൾ UDF അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ചരിത്രമാണ്. മുല്ലപ്പള്ളി 5 തവണ ജയിച്ചു. അതെ. K. സുധാകരൻ ജയിച്ചു, തോറ്റു. രണ്ടും സംഭവിച്ചു. പക്ഷേ കോൺഗ്രസിന് ഒരു എക്സ്ട്രാ ബലം ഉണ്ട് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നമുക്ക് കണ്ണൂർ മണ്ഡലത്തെ പരിചയപ്പെട്ടു വരാം. പകരം മറ്റാരെന്ന ചോദ്യം കോൺഗ്രസിനെ കുഴപ്പിച്ചതോടെയാണ് K. സുധാകരന് കണ്ണൂരിൽ തുടർച്ചയായ 4ാം പോരിന് നിയോഗം ലഭിച്ചത്. വാക്കിലും വീറിലും സംഘാടക മികവിലും കരുത്തനായ MV ജയരാജൻ എന്തിനും പോന്ന എതിരാളി. കോൺഗ്രസിൽ നിന്ന് BJP-യിലെത്തി മാസങ്ങൾക്കകം തരപ്പെട്ട സീറ്റിൽ C. രഘുനാഥ് എന്തു മാറ്റമുണ്ടാക്കുമെന്നതും രാഷ്ട്രീയ കൗതുകം. ഏഴു നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്തും LDF, 2 മലയോര മണ്ഡലങ്ങൾ മാത്രം UDF-ന്റെ കൈവശം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 1,28,479 വോട്ടുകളുടെ മുൻതൂക്കം. പക്ഷേ ലോക്സഭയിലെ കഥ അങ്ങനെയല്ല. 1977 മുതൽ പരിശോധിച്ചാൽ 12 തെരഞ്ഞെടുപ്പുകൾ. ഇതിൽ 3 തവണ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചത്. കണ്ണൂർ കളരിയിൽ സുധാകരനോളം പടവെട്ടിയ മറ്റൊരാളില്ലെന്ന ആത്മവിശ്വാസമാണ് UDF-ന്റെ കരുത്ത്. ആശയപരമായും കായികമായും CPM-മായി ഏറ്റുമുട്ടിയ കാലത്തെല്ലാം ഇടിച്ചുനിന്ന പാരമ്പര്യമാണ് കൈമുതൽ. കണ്ണൂർ കോൺഗ്രസ് എന്നാൽ സുധാകരൻ എന്ന് പര്യായം. ചടുല ശൈലിയിലും പോരാട്ടവീരത്തിലും അണികൾക്ക് ഹീറോ. ഇടതുവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കുന്തമുന. കണ്ണൂരിൽ CPI-നെ നേരിടാൻ കുമ്പക്കുടി സുധാകരനോളം പോന്ന മറ്റൊരു പേരില്ല UDF-ൽ. വാക്പ്രയോഗങ്ങളിലെ തുടർപ്പിഴവുകൾ മുതൽ ആരോഗ്യ പ്രശ്നങ്ങളും വരെ വെല്ലുവിളികൾക്കും കുറവില്ല. രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് ഫേവറാണ്. ഈ പറയുന്ന എല്ലാ മതവിഭാഗത്തിൻ്റെയും മനസ്സിൻ്റെ അകത്ത് വെറുപ്പും വിദ്വേഷവും കെട്ടി നിൽക്കുകയാണ് ഇടതുപക്ഷത്തിനെതിരെ. കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ആ രീതിയിലാണ് കേരളം നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഈ കാരണം മാത്രം മതി ഇടതുമുന്നണിക്ക് കണ്ണൂരിലേത് അഭിമാന പോരാട്ടമാകാൻ. ജയരാജ നിയോഗം തുണയാകുമെന്ന് LDF പ്രതീക്ഷ. എടക്കാട് നിന്ന് 2 തവണ നിയമസഭയിലെത്തിയ MV ജയരാജന് ലോക്സഭയിലേക്ക് ഇത് ആദ്യ അംഗം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിന്നാണ് കണ്ണൂരിലെ പാർട്ടിയുടെ അമരത്തെത്തിയത്. പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർന്നത് 2019 CPI-നെ ഏൽപ്പിച്ചത് ചെറുതല്ലാത്ത ഷോക്ക്. മികച്ച സംഘാടകൻ കൂടിയായ ജയരാജൻ ഇടത് വോട്ടുകളിൽ വിള്ളൽ വീഴാതെ കാക്കുമെന്ന് പാർട്ടിക്കുറപ്പ്. രാഷ്ട്രീയപരമായും വികസനപരമായും LDF-ന് അനുകൂലമാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സവിശേഷമായ സാഹചര്യം. കഴിഞ്ഞ 5 വർഷം ഇവിടെ നിന്ന് ജയിച്ചു പോയ MP കണ്ണൂർ മണ്ഡലത്തെ അവഗണിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C. രഘുനാഥാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. NDA പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നതും ഈ ഘടകം തന്നെ.
പതിറ്റാണ്ടുകളായി കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു സി രഘുനാഥ്. കെ സുധാകരന്റെ പഴയ ഉറ്റ അനുയായി. പാളയം മാറി BJPയിലെത്തിയതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം. ഒരു സ്ഥലത്ത് പോലും നേരത്തെ നിന്ന് വ്യത്യസ്തമായി ആളുകൾ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അടുത്തു വരാനൊക്കെ തയ്യാറാവുന്നു. അതൊക്കെ ഒരു പോസിറ്റീവായി ഞാൻ അതിനെ കാണുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിന് പഴയ പകിട്ടുണ്ടോ? ഇടത് വോട്ടുകൾക്കും പുറത്തേക്ക് പാലമിടാനാകുമോ MV ജയരാജന്? BJP വോട്ടുകൾ എന്തു മാറ്റമുണ്ടാക്കും? പിടിതരാത്ത സസ്പെൻസ് ഒളിപ്പിക്കുന്നുണ്ട് കണ്ണൂർ മണ്ഡലം. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. വിജയകുമാർ, കണ്ണൂർ എന്തായാലും തീവാർന്ന പോരാട്ടം ഉണ്ടാകുമെന്നതിനാണ് ഉറപ്പ്. ഇതിനിടയിലെ നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് KV രാമചന്ദ്രൻ ഒരു കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു ചെറിയ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ കാലത്തെ വരണേ കാമ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു, എന്തായാലും താങ്കൾ പറഞ്ഞതായിരിക്കും ശരിയെന്ന് വിശ്വസിച്ച് നമ്മൾ അതിലേക്ക് കടക്കുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ മിനി ബാബു, രണ്ടുപേര് സ്റ്റണ്ട് നടത്തുമ്പോൾ പിറകെ 2 കുട്ടികൾ 2 കുട്ടികൾ ഇരിപ്പുണ്ട്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കാം. പിന്നെ കർണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കർണൻ പുള്ളി ഒരു കട്ട BJPക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ട് പണത്തിന്റെ കൊഴുപ്പ് വെച്ച് കോൺഗ്രസ് കുറെ വിളഞ്ഞതല്ലയോ? കേന്ദ്രം ഭരിക്കുന്ന കക്ഷി തന്നെ സംസ്ഥാനം ഭരിച്ചാലേ വികസനം വരൂ എന്ന ഫെഡറൽ വിരുദ്ധ മുദ്രാവാക്യം ഓർമ്മ വരുന്നു. അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. ഈ ഭരിക്കാൻ അറിയാവുന്നവൻ ഭരിച്ചാൽ ഏത് രീതി ഭരിച്ചാലും ഭരിക്കും, അല്ലേ? ഓക്കെ വിജയകുമാർ, ഇനിയിപ്പോ നമുക്ക് പോകുന്നത് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ സാധാരണ ഇലക്ഷൻ കാലത്ത് കേൾക്കുന്നത് വാഹന വ്യൂഹം കടന്നു വരുന്നു. ഈ വാഹനത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലെ പല വമ്പന്മാരും പരാജയത്തിന്റെ കൈപ്പിന്നിരറിഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രിമാരായ K കരുണാകരനും PK വാസുദേവൻ നായരും ലോകസഭയിലേക്ക് ജയിച്ചത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. MN ഗോവിന്ദൻ നായരെയും VK കൃഷ്ണമേനോനെയും പോലുള്ള അധികാരിയെയും തിരുവനന്തപുരം 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഐക്യകേരള രൂപീകരണത്തിന് മുമ്പ് ഒരു വനിതയെ ലോകസഭയിൽ എത്തിച്ചതും തിരുവനന്തപുരമാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ നമ്മളുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി ഈ വാഹനത്തിന്. ഞാൻ ഈ തിരുവനന്തപുരത്ത് പോയി 3 സ്ഥാനാർത്ഥികളെയും കണ്ടു. 3 സ്ഥാനാർത്ഥികളെയും കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ സ്റ്റണ്ടിൽ പറഞ്ഞതുപോലെ, ഈ സ്ഥാനാർത്ഥികൾ ഈ മത്സരത്തിന്റെ കടുപ്പം കൂടിക്കൊണ്ടോ കണ്ടാ ചിരിക്കത്തില്ല. അവര് ആ രീതിയിലായി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പിടിയൊക്കെ ഉണ്ടല്ലോ ഈ വിരുദ്ധ മുന്നണിയിലുള്ളവരും. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇത്രയും കടുത്ത പോരാട്ടം, വളരെ വാശി. മാത്രമല്ല ഞാൻ ചോദിച്ചു ഇത്രയും ദിവസങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോ അതാണ് ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ തലവേദന. കണ്ടാമിണ്ടാത്ത അവസ്ഥയിലെത്തി ഇപ്പോഴേ. തീർച്ചയായിട്ടും. അപ്പോ തിരുവനന്തപുരത്തെ തീപാറുന്ന പോരാട്ടത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിന് പ്രത്യേകതകളേറെയാണ്. ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പ് 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അട്ടിമറി കൊണ്ട് ശ്രദ്ധേയമായതാണ് ഈ മണ്ഡലം. തിരുവിതാംകൂറിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയും PSP നേതാവുമായിരുന്ന പറവൂർ TK നാരായണപിള്ളയെ അട്ടിമറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി മസ്ക്രീൻ ലോകസഭയിലെത്തി. 1957 2ാം മത്സരത്തിൽ ആനി മസ്ക്രീനെ തിരുവനന്തപുരം നിഷ്കരണം കൈവിട്ടു. ചൈനീസ് ആക്രമണവും രാജ്യം നേരിട്ട തിരിച്ചടികളും തളർത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ 1971 തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നത്. CPM പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച അദ്ദേഹം 24,127 വോട്ടുകൾക്ക് വിജയിച്ചു. 1977 മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. CPIയുടെ എക്കാലത്തെയും സമുന്നത നേതാവ് MN ഗോവിന്ദൻ നായർ കോൺഗ്രസ് CPI സഖ്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. പക്ഷേ 1980 ആയപ്പോഴേക്കും രംഗം മാറി. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPI CPMനൊപ്പമായി. 80 മത്സരിച്ചപ്പോൾ MNനെ തിരുവനന്തപുരം കൈവിട്ടു. നീലലോഹിതദാസൻ നാടാർക്കായിരുന്നു അട്ടിമറി വിജയം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അക്കുറി തിരുവനന്തപുരത്ത് മത്സരിച്ചത് MN ഗോവിന്ദൻ നായർ. അന്ന് MN കോൺഗ്രസ് CPI ഇവരൊക്കെ അടങ്ങുന്ന ഒരു CPM അല്ലെങ്കിൽ CPMേതര ഒരു മുന്നണിയാണത്. അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. മറുഭാഗത്ത് P വിശ്വംഭരനായിരുന്നു. വിശ്വംഭരനെ തോൽപ്പിച്ചുകൊണ്ട് MN ഗോവിന്ദൻ നായർ ലോക്സഭയിലേക്ക് പോയി. അതിന് തൊട്ട് നടന്ന 1980 തിരഞ്ഞെടുപ്പിൽ അപ്പോഴത്തേക്ക് മുന്നണി ബന്ധങ്ങളിലൊക്കെ മാറ്റം വന്നു. CPI CPM കോൺഗ്രസ് A മുതലായ പാർട്ടികൾ ചേർന്നുള്ള ഒരു ഇടതുമുന്നണിയാണ് 80 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് MN ഗോവിന്ദൻ നായർ വീണ്ടും മത്സരിച്ചു. പക്ഷേ അക്കുറി അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തെ തോൽപ്പിച്ചത് നീലലോഹിതദാസൻ നാടാരായിരുന്നു. 90കളുടെ ആദ്യം ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായി അറിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി K കരുണാകരന് പിന്നീട് അടിതെറ്റി.
96 തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കെ കരുണാകരനെ വീണ്ടും കരുത്തനാക്കിയതും തിരുവനന്തപുരമായിരുന്നു. 1998 കെ കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു. സിറ്റിംഗ് എം പിയും തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ആശാനുമായ കെ വി സുരേന്ദ്രനാഥിനെ അട്ടിമറിച്ച് ലോകസഭയിലെത്തി. 2004 മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരിലൂടെ ഇടതുമുന്നണി സീറ്റ് തിരിച്ചുപിടിച്ചു. 24 തിരുവനന്തപുരം. വിജയകുമാരെ, നമ്മുടെ സംഘടിട്ട് റെഡി വന്നിട്ടുണ്ട്. അരുൺ ബാബു എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ പറയുന്നു 24 ഇലക്ഷൻ സ്റ്റണ്ട് വെച്ചതേ ഉള്ളൂ. അപ്പൊ വൈഫ് പറയുന്നു തള്ളിന്റെ ആശാമാര് വന്നിട്ടുണ്ടോ. നല്ല കോംപ്ലിമെന്റ്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ഞങ്ങൾ തള്ളിയെ പിന്നെ ആര് തള്ളും? പിന്നെ അല്ലേ വിജയകുമാർ? മാത്രമല്ല തള്ളിന്റെ ആശാന്മാരെന്നാ എല്ലാവർക്കും അവിശേഷണം പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ചേരും. ഇന്നല്ലെങ്കിൽ നാളെ. വിജയകുമാർ, ഒരു കാര്യം, നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത കൂടി വന്ന ദിവസമാണ്. മുതിർന്ന പത്രപ്രവർത്തകൻ BC ജോജോ അന്തരിച്ചു. ഒരു തലസ്ഥാന നഗരിയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം അദ്ദേഹം എത്ര ലീഡിംഗ് ആയിട്ടുള്ള പത്രപ്രവർത്തകനായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനൊക്കെ ആദ്യകാലത്ത് ഒരു ഊടും പാവും നൽകിയ മനുഷ്യനായിരുന്നു. അതല്ല വിജയകുമാർ, എനിക്ക് വളരെ വ്യക്തിപരമായ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഏഷ്യാനെറ്റിലുള്ള കാലത്ത് അവിടെ ഒരു ജനകീയ കോടതി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ജനകീയ കോടതിയുടെ ആദ്യ രൂപം. അപ്പോൾ അതിൽ അന്ന് EK നായനാരെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഗസ്റ്റായിട്ട് തീരുമാനിച്ചത്. കെ കരുണാകരനെ പോലെ എല്ലാം ലീഡിംഗ് ആയ ആൾക്കാരെയാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ തീരുമാനിച്ചു. EK നായരെ സമ്മതിച്ചു. നമുക്ക് സന്തോഷമായി. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമായപ്പോൾ നമ്മൾ EK നായരെ വിളിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദനെ വിളിച്ചിട്ടുണ്ട്, കെ കരുണാകരനെ വിളിച്ചിട്ടുണ്ട്. EK നായരുടെ ഓഫീസിൽ നിന്ന് അറിഞ്ഞു ഞാനിപ്പോൾ പ്രതിയായിട്ടാണോ അവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കൂട്ടിനകത്ത് കയറി ഇരിക്കണോ? അപ്പോൾ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് കൂട്ടിനകത്ത് പ്രതിയായിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങ് മാറി. അദ്ദേഹം പറഞ്ഞു താൻ വേണേ ഇവിടെ വന്ന് ചെയ്തു, കൂട്ടിനകത്ത് കയറാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്വസ്ഥമായി ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചിത്രീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് പാർട്ടി തീരുമാനമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ VS അച്യുതാനന്ദനും കൂറുമാറും, അദ്ദേഹം വരില്ല. അപ്പോൾ നമ്മുടെ ഐഡിയ പൊളിഞ്ഞു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ BC ജോജോയോട് ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, VSൻ്റെ വലങ്കയ്യോ ഇടങ്കയ്യോ എന്ന് അദ്ദേഹമാണ്, ഇദ്ദേഹത്തിനെ ഒന്ന് ശരിയാക്കി തരാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ പിറ്റേന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയം വൈകുന്നേരം 4 മണിയാണ്. ഷാർപ്പ് 4 മണിയായപ്പം ഒരു വെളുത്ത അംബാസഡർ കാറിൽ ഈ VS വന്ന് അവിടെ ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് അങ്ങേക്ക് വലിയ പാർട്ടിയോ എന്ന് ചോദിച്ചു അത്ഭുതത്തോടെ. അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയതെന്ന് ഈ BC ജോജോയുടെ സമയോചിതമായൊരു ഇടപെടൽ കൊണ്ടാണ്. അങ്ങനെ എത്രയോ അവസരങ്ങൾ ഒരുപാട് ആളുകൾക്ക് പല ഇത് കാണുമ്പോൾ എന്തായാലും ജോജോ എൻ്റെ പ്രായമുള്ളൂ കേട്ടോ ജോജോയ്ക്ക്. അതും കുറേ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരു കുറച്ചു കാലമായി ചികിത്സയിലൊക്കെ ആയിരുന്നു. ആമോലിൻ പോലുള്ള വലിയ അഴിമതികൾ, മുല്ലപ്പെരിയാർ കരാറിലെ കേരള വിരുദ്ധ സംഗതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന അദ്ദേഹമാണ്. അങ്ങനെ എത്രയോ വലിയ വലിയ വാർത്തകൾ മലയാളികളിലേക്ക് എത്തിക്കുകയും നമ്മൾ വായിക്കുകയും ചെയ്തത് BC ജോജോയുടെ പത്രപ്രവർത്തന മികവിലൂടെയായിരുന്നു. ജോജോ ഒരു പ്രസ്ഥാനമായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പുതിയ പത്രപ്രവർത്തകർക്ക് പഠിക്കേണ്ട ഒരാൾ കൂടിയാണ് ജോജോ. അപ്പോൾ ജോജോയുടെ നിര്യാണത്തിൽ 24-നുള്ള സങ്കടം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നു. വലിയൊരു നഷ്ടമാണ് മാധ്യമ സമൂഹത്തിന്. നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. സ്റ്റണ്ടിന് ഊർജ്ജം കുറഞ്ഞു വിജയകുമാർ, ഒന്നുകൂടെ കൈയും കാലൊക്കെ ഒന്ന് ഇളക്കി നിൽക്കേണ്ട സമയം. ഈ ഒരു ഒറ്റ പ്രസംഗം കൊണ്ട് ഒരാളുടെ മന്ത്രിപദം തെറിച്ചുപോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പഞ്ചാബ് മോഡൽ പ്രസംഗം. അപ്പോൾ ആരാണ് ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്? പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അജ്ഞാതമായിരിക്കും, പക്ഷേ പഴയ തലമുറയിൽ ആൾക്കാർക്ക് അറിയാം. ഞാനുമായിട്ടും ചില്ലറ ബന്ധമുണ്ട് ഈ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്. അങ്ങനെ ഉണ്ടല്ലേ? ഞെട്ടരുത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. പേരുകൾ അപ്പോൾ വിജയകുമാർ, ഈ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന് ഞാനുമായി എന്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. അതിന്റെ പേരുകൾ തേടുമ്പോൾ ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയ ആൾ കൊട്ടാരക്കരയിൽ നിന്നാണ്. അതുമാത്രം ആ താലൂക്ക് ആ പ്രാദേശിക ബന്ധമല്ലാതെ മറ്റൊരു ബന്ധവുമില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞത് ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയ ആളിന്റെ ഉശിരാണ് അത് കാണിക്കുന്ന പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൽ വേറൊരു കാര്യമുള്ളത്, അത് കേവലം ഒരു നാവുപിഴ മാത്രമായിരുന്നോ എന്ന ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യമുണ്ട്. അത് പർപ്പസ്ഫുൾ ആയിട്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ശുദ്ധ നാവുപിഴയാണ്. നാവുപിഴ മാത്രമാണ്. കാരണം അദ്ദേഹം വളരെ ആവേശത്തോടെ പ്രസംഗിച്ചു വന്ന ഒഴുക്കിലെ ഒരു കാച്ചതാണ്. പക്ഷെ അത് വിവാദമാക്കിയത് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അന്ന് G കാർത്തികേയൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ G കാർത്തികേയനാണ് ആദ്യം ആ വിവാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും കേരളമാകെ അതൊരു കൊടുങ്കാറ്റ് പോലെ ചർച്ച ചെയ്യാൻ തുടക്കമിടുകയും ചെയ്തു. മാത്രമല്ല KPC അധ്യക്ഷനായ KM ചാണ്ടിയുടെ മകനാണ് അതിനെതിരായിട്ട് കോടതി പോയത്. കോടതി വിധി വന്നാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോകേണ്ടത്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ടാവും. സാക്ഷാൽ R ബാലകൃഷ്ണപിള്ളയെ കുറിച്ച്. അദ്ദേഹമാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയത്. മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കളയേണ്ടി വന്നു. അതോടെ വിവാദമായത് 1985 മെയ് 25-ന് എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് R ബാലകൃഷ്ണപിള്ള നടത്തിയ പ്രസംഗം ഇങ്ങനെ:
കേരളത്തിന് അനുവദിച്ച കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി. ഭൂട്ടാ സിംഗിന് പോലും കടന്നു ചെല്ലാൻ വയ്യാത്ത പഞ്ചാബാണ്. കേരളത്തിന് അർഹമായത് കിട്ടണമെങ്കിൽ പഞ്ചാബിൽ സംഭവിക്കുന്നതെല്ലാം ഇവിടെയും ഉണ്ടാകണം. അതിന് ചോരയും നീരുമുള്ള യുവാക്കൾ രംഗത്തിറങ്ങണം. ഐക്യ കേരള പിറവി മുതൽ ആരംഭിച്ചതാണ് പാലക്കാട് കോച്ച് ഫാക്ടറിക്കുള്ള സമ്മർദ്ദം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് പാലക്കാട് അനുവദിച്ചു. സിഖ് കലാപം ശമിപ്പിക്കാൻ രാജീവ് ഗാന്ധി പഞ്ചാബിലെ കപ്പൂർത്തലയിൽ കോച്ച് ഫാക്ടറി അനുവദിച്ചു. പാലക്കാട്ടെ ഫാക്ടറിയാണ് കൊണ്ടുപോയത് എന്നായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയുടെ വിമർശനം. കെ കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴാണ് പ്രസംഗം. പ്രസംഗത്തെ ആദ്യം വിമർശിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി കാർത്തികേയൻ. ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മുൻ KPCC അധ്യക്ഷനും ഗവർണറുമായ KM ചാണ്ടിയുടെ മകൻ KC ചാണ്ടി. ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് KP രാധാകൃഷ്ണ മേനോൻ. മന്ത്രി നിരപരാധിത്വം തെളിയിക്കണം എന്ന പരാമർശത്തോടെ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. ഇതോടെ രാജിവെക്കാൻ കെ കരുണാകരൻ ആവശ്യപ്പെട്ടു. മാതൃഭൂമി പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത് എഡിറ്റർ MD നാലാപ്പാട്ടിന് വ്യക്തിപരമായുള്ള വിരോധം കൊണ്ടാണെന്ന് ആർ ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ എഴുതി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത സണ്ണിക്കുട്ടി എബ്രഹാമിനെ MD നാലാപ്പാട്ട് ആയുധമാക്കിയതാണെന്നും ആത്മകഥ. ആദ്യം KM മാണി പ്രസംഗിച്ചു, പിന്നീട് PJ ജോസഫ് പ്രസംഗിച്ചു. അവരുടെ രണ്ടുപേരുടെയും ഗംഭീരമായ പ്രസംഗങ്ങളായിരുന്നു. അതിന് തുടർന്ന് മൂന്നാമതാണ് ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്നത്. മാതൃഭൂമിക്ക് വേണ്ടി ഞാനാണത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയത്. ശ്രീ ബാലകൃഷ്ണപിള്ളയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുടെ ഒരു ഉപകരണമായി മാറി. അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പല ഭാഗങ്ങളും മുറിച്ചു മാറ്റിയാണ് ചെയ്തത്. അത് സണ്ണിക്കുട്ടിയാണെന്ന് കരുതുന്നില്ല, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ മാതൃഭൂമിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. കാരണം അന്ന് ഞാനൊരു വളരെ ജൂനിയറായ കബ് റിപ്പോർട്ടറാണ്. അപ്പം ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ, ഒരു കെണി ഒരുക്കിയതാണെങ്കിൽ ഒരിക്കലും മാതൃഭൂമി ചെയ്യില്ല. ഒരു വാചകത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് തിരികെ പ്രവേശിക്കാനും സഹായകമായത് കോടതി വിധിയാണ്. സിംഗിൾ ബെഞ്ച് പരാമർശം ഡിവിഷൻ ബെഞ്ച് നീക്കിയതോടെ കൃത്യം ഒരു വർഷത്തിനു ശേഷം 1986 മെയ് 25 വീണ്ടും സത്യപ്രതിജ്ഞ. അതേ വൈദ്യുതി വകുപ്പിൽ തന്നെ മന്ത്രിയുമായി. ഇലക്ഷൻ ഡെസ്ക് 24. എന്നാലും അദ്ദേഹം തിരിച്ചു മന്ത്രിയാവുന്നൊക്കെ നമ്മുടെ നാട്ടിൽ 150 കാറോടെ ആഘോഷിച്ചത് വലിയ ഉത്സവമായിരുന്നു. ഇളകി മറിഞ്ഞു. ആ സമയത്തും കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം നിന്നു അല്ലേ? അവർക്ക് ബാലകൃഷ്ണപിള്ളയിൽ തുടങ്ങുന്നു, അവിടെ ഒടുങ്ങുന്നു. അതിനപ്പുറം അവർക്കൊരു ജീവിതമില്ല. അപ്പൊ എന്ത് രാഷ്ട്രീയ തീരുമാനം വന്നാലും കൊട്ടാരക്കരക്കാർക്ക് ബാലകൃഷ്ണപിള്ള സാറിന്റെ തീരുമാനം. അപ്പൊ അതിനകത്തൊരു ചെറിയ പ്രശ്നം ഈ വയലാർ രാജേന്ദ്രൻ ചോദിച്ചിരിക്കുന്നു. RV പിള്ളയുടെയും ഗണേശൻ മന്ത്രിയുടെയും ബന്ധുവാണ് SKN എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങള് ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. മാത്രമല്ല സ്നേഹബന്ധമുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. പിന്നെ KB ഗണേഷ് കുമാർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കും. പിന്നെ 24 ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ്. പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്ന TV ചാനൽ 24 ആണെന്ന്. ആ സ്നേഹമൊക്കെ നമുക്കുണ്ടാവും. ഇങ്ങോട്ടും അങ്ങോട്ടും അല്ലേ ഒരു സ്നേഹം. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കേരളത്തിന് പുറത്തേക്കുള്ള രാഷ്ട്രീയ കാഴ്ചകളിലേക്കാണ്. സ്റ്റേറ്റ് സ്കാൻ. നമ്മളിന്ന് പോകുന്നത് BJP ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കുന്ന മധ്യപ്രദേശിലേക്ക് തന്നെയാണ്. അവിടെ 29-ൽ 29 നേടുക എന്നതാണ് ലക്ഷ്യം. ഏതാനും ചില സീറ്റുകളിൽ ഒരു ഫൈറ്റ് നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്ത് നടക്കും. കമൽനാഥിനോട് പിണങ്ങി പാർട്ടി വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യ. ആ ഒരൊറ്റ നീക്കമാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കിയത്. ഫലത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ, അവരിൽ ഭൂരിപക്ഷവും BJP ചേരിയിലെത്തിയെന്ന പച്ചപ്പരമാർത്ഥവും മുന്നിലുണ്ട്. മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് രണ്ടുണ്ടായി കാര്യം. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇടിഞ്ഞു. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തലമാറ്റിയ BJP വലിയ മുന്നേറ്റം നടത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശിവരാജ് സിംഗ് ചൗഹാന് ലോക്സഭയിലേക്ക് സീറ്റ് നൽകിയതോടെ ചൗഹാൻ പക്ഷം ഇടയാനുള്ള സാധ്യതയും ഇല്ലാതാക്കി. സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കരുതിക്കുട്ടിയുള്ള നീക്കങ്ങളിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ഭോപ്പാലിൽ പരാജയപ്പെട്ട ദിഗ്വിജയ് സിംഗിനെ ഇത്തവണ രാജ്ഘട്ടിൽ ഇറക്കി. ജ്യോതിരാദിത്യയുടെ മണ്ഡലമായ ഗുണയിൽ പഴയ സഹായി അരുൺ യാദവ്. ലക്ഷ്യമിടുന്നത് യാദവ വോട്ടാണ്.
കമൽനാഥിനെയും മകൻ നകുൽനാഥിനെയും ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുന്നത് കോൺഗ്രസിനാകെയുള്ള ചിന്ദ്വാര ലക്ഷ്യമിട്ടാണ്. മധ്യപ്രദേശിൽ സ്ഥാനാർത്ഥി ആരായാലും വോട്ട് ചോദിക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്. അയോധ്യ രാമക്ഷേത്രം തന്നെയാണ് ഓരോ BJP സ്ഥാനാർത്ഥിയും ഉയർത്തി കാണിക്കുന്നതും. ഈ മതജാതി തിരിവുകൾ കടന്ന് സീറ്റെണ്ണം കൂട്ടാൻ കോൺഗ്രസിന് നന്നായി ഉഷ്ണിക്കേണ്ടി വരും. മധ്യപ്രദേശിൽ 5 സീറ്റെങ്കിലും കോൺഗ്രസ് പിടിച്ചാൽ രാജ്യഭരണത്തിലും അത് പ്രതിഫലിക്കുമെന്ന് മറ്റാരെക്കാളും BJPക്ക് നന്നായി അറിയാം. ആർ അച്യുതൻ, 24, ഡൽഹി. വിജയകുമാർ, ഇനി കമ്പക്കെട്ടിന് തീ കൊടുത്താലോ? അപ്പൊ കമ്പക്കെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു MP ഉണ്ട് ഈറോഡിലെ. സിറ്റിംഗ് MP ആണ് MP ഗണേഷ് മൂർത്തി, അല്ലേ? അദ്ദേഹത്തിന്റെ കാര്യം ഒരു വൈകാരികമായ തീരുമാനമാണ്. സാധാരണ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നടക്കുന്ന കാര്യമല്ല. എന്നാൽ തമിഴ്നാട്ടിൽ അതിവൈകാരികമായി കാര്യങ്ങളെ കാണുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് എന്തും നടക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു സർവേ നടത്തിയതിന്റെ പേരിൽ ഒരു പത്രം ഓഫീസിന് തീയിട്ട് 3 പേർ മരിച്ച സംഭവം സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം വൈകാരികമായി ചിന്തിക്കുന്ന വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെയുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മാതൃഭൂമിയിലെ ഒരു സുഹൃത്ത് ഒരു മദിരാശി കത്ത് എഴുതി വീക്കെൻഡിൽ വീട്ടിലേക്ക് പോയി. കത്ത് പബ്ലിഷ് ചെയ്ത് അവിടെ ഇല്ലായിരുന്നു. ഭാഗ്യമായി തിരിച്ചു വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ബ്യൂറോ മൊത്തം തകർത്തിട്ടേക്കുന്നു. കാര്യം ജയലളിതയുടെ ജന്മദിനം പ്രമാണിച്ച് ആർഭാടം കൂടിപ്പോയെന്നൊരു പരാമർശം അതിനകത്ത് എഴുതി. ഒരു കാര്യമില്ല കേട്ടോ. അത് അവിടെ നിന്നുകൊണ്ട് എഴുതിയ വിവരം അറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തമിഴ്നാട്ടിലെ കാഴ്ചയിലെ കാര്യം കരുണാനിധിയുടെ ക്ലാൻ പോലും ആടി ഉലഞ്ഞ ഒരു ഈ കഥയുണ്ടല്ലോ, സിനിമാ കഥ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മധുരയാണ് സ്ഥലം. 2007 മെയ് 9. സമയം പട്ടാപ്പകൽ 11:30. മധുര നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന രാഷ്ട്രീയ ഗുണ്ടകൾ. അറ്റാക്ക് പാണ്ഡി, ടൈഗർ പാണ്ഡി, കാട്ടുവാസി മുരുകൻ, മാലിക് ബാഷ, രമേഷ് പാണ്ഡി, തായമുത്തു. അവർ ആകെ 16 പേർ. ആദ്യ സംഘം എത്തിയത് ഒരു വെള്ള ടാറ്റ സുമോ കാറിൽ. കയ്യിൽ ഇരുമ്പ് ദണ്ട്, വടിവാളുകൾ, പെട്രോൾ കുപ്പികൾ. അക്രമാസക്തരാണ് അവരെല്ലാം. സൺ നെറ്റ്വർക്കിന്റെ ചാനലും അവരുടെ ദിനകരൻ പത്രവും ഒക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് സംഘം കടന്നു. മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ തകർത്ത് തീയിട്ടു. പിന്നെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് കടന്നു. റിസപ്ഷൻ ഭാഗത്ത് നിന്ന് പെട്രോൾ നിറച്ച കവറുകൾ അവർ 4 പാടുമെറിഞ്ഞു. സംഘം പിന്നീട് ഒരൽപ്പം പിൻവലിഞ്ഞു. പിന്നെ ആ കെട്ടിടം ഒരു തീഗോളമായി. ഭയം നിറങ്ങിയോടിയ ജീവനക്കാരിൽ പലർക്കും പരിക്കേറ്റു. കമ്പ്യൂട്ടർ വിഭാഗത്തിലെ വിനോദ് കുമാറും ഗോപിനാഥും ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ മുത്തുരാമലിംഗവും വെന്തു മരിച്ചു. ആരായിരുന്നു അറ്റാക്ക് പാണ്ഡിയും കാട്ടുവാസി മുരുകനും? ആർക്കുവേണ്ടിയായിരുന്നു ഈ നരനായാട്ട്? അന്ന് പുറത്തിറങ്ങിയ ദിനകരൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിപ്രായ സർവേ ആയിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ സുപ്രീമോ M കരുണാനിധിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര് എന്നതായിരുന്നു സർവേ വിഷയം. കരുണാനിധിയിൻ അരസിയൽ വാരിസി ആര് എന്ന പരസ്യം കണ്ട് തലേന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന് കരുണാനിധി മാരൻ സഹോദരന്മാരോട് ആവശ്യപ്പെട്ടു. പിന്മാറാതെ ഉറച്ചുനിന്നു ഉടമ കലാനിധി മാരൻ. പത്രമെത്തിയപ്പോൾ ജനപിന്തുണയിൽ കനിമൊഴി കരുണാനിധിക്ക് 2%, M കരുണാനിധിയുടെ മകൻ MK അഴഗിരിക്ക് 2%, പേരില്ലാത്ത മറ്റുള്ളവർ 20%, MK സ്റ്റാലിൻ നേടിയത് 70% പേരുടെ പിന്തുണ, അഭിപ്രായമില്ലാത്തവർ 6%. മധുര കേന്ദ്രമായ തെക്കൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്നർത്ഥം വരുന്ന തെന്മാവട്ട മുതലമൈച്ചർ എന്നാണ് MK അഴഗിരിയുടെ അക്കാലത്തെ വിളിപ്പേര്. അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത തെക്കൻ മുതലമൈച്ചർക്ക് വെറും 2%. അഴഗിരിയുടെ വിളിപ്പുറത്താണ് അറ്റാക്ക് പാണ്ഡ്യെന്ന് എല്ലാവർക്കും അറിയാം. ദിനകരൻ പത്രം ഓഫീസിൽ പിന്നെ നടന്നത് നാടിനെ നടുക്കിയ ചോരക്കളി. കേസ് കോടതിയിലെത്തിയപ്പോൾ 83 സാക്ഷികളിൽ 49 പേർ കൂറുമാറി. സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ പോലും കാലുമാറിയവരിലുണ്ട്. പക്ഷെ അവിടെയുണ്ടായിരുന്ന നക്കീരൻ പത്രത്തിലെ അന്നൽ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ 31 ചിത്രങ്ങൾ സംസാരിക്കുന്ന തെളിവായി. പ്രശ്നം നിയന്ത്രിക്കാതെ നോക്കുകുത്തിയായി നിന്നു എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായതോടെ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് V രാജാറാമിനെ കേസിൽ പ്രതിയാക്കാൻ കോടതി പറഞ്ഞു. തെളിവില്ലാത്തതിനാൽ MK അഴഗിരി പ്രതിയായില്ല. അറ്റാക്ക് പാണ്ഡ്യയുടെ ഗുണ്ടാ ജീവിതത്തിന്റെ ഉരകല്ലല്ല ദിനകരൻ ആക്രമണം. അത് K ക്ലാനിലെ അധികാര തർക്കത്തിന്റെ ഉപോൽപ്പന്നമാണ്. DMKയുടെ ഔദ്യോഗിക ജിഹ്വ എന്ന പദവിയിൽ നിന്നുള്ള സൺ ടിവിയുടെ പടിയിറക്കത്തിന്റെയും കലൈഞ്ചർ TV എന്ന സണ്ണിനുള്ള മറുപടിയുടെയും കാരണമാണ്.
MK അഴഗിരി എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയത്തിന്റെയും MK സ്റ്റാലിൻ എന്ന ദളപതിയുടെ രാഷ്ട്രീയ ആരോഹണത്തിന്റെയും കാരണമാണ് ദിനകരൻ അറ്റാക്ക്. ഇലക്ഷൻ ഡെസ്ക് 24. ഇതിൽ പല കാര്യങ്ങളും വിജയകുമാർ തമിഴ്നാട്ടിലെ നടക്കും. ഒരു കാര്യമുള്ളത്, ഈ MP ഗണേഷ് മൂർത്തി അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി വൈക്കോയുടെ MDMK ആണ്. അദ്ദേഹത്തോട് ആലോചിക്കാതെ അദ്ദേഹത്തിന്റെ സീറ്റ് എടുത്ത് വൈക്കോയുടെ മകന് കൊടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകോപനം. അല്ല, വളരെ വൈകാരികമായി വോട്ടർമാരെ കാണുകയും പാർട്ടിയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത നേതാവായിരുന്നു ഗണേഷ് മൂർത്തി. അദ്ദേഹം സീറ്റ് കിട്ടുമെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു എന്നാണ് തോന്നലാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ അദ്ദേഹത്തിന്റെ വഴി അനുകരിക്കാതിരിക്കട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ സ്ഥിരം കക്ഷിയായ വിജയൻ പറയുന്നു, ഇതിനെ പിറകിലിരുന്ന് ആരോ ഗെയിം കളിക്കുന്നുണ്ട്, ഒരു കണ്ണ് വേണം. അവര് ഗെയിം കളിക്കല്ല, അവര് വലിയ കാര്യമായ വലിയ ന്യൂസ് ഗെയിമാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയൻ ഇവിടെ തകർത്തു വെച്ചുള്ള പണിയല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞാൽ വിജയൻ ഒരു ദിവസം വരൂ, ഇതൊന്ന് കാണിച്ചു തരാം അല്ലേ? അതെ, ഇവിടെ ചില്ലറ പരിപാടിയാണ് നടക്കുന്നത്. വണ്ടിക്കൂലിയുടെ അയച്ചു തരണം എന്ന് പറഞ്ഞുള്ളായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിക്കളെ. അപ്പൊ വിജയകുമാർ, നമ്മൾ ഇനി എങ്ങോട്ടാ? ഇനി നമ്മൾ കടക്കുന്നു മാന്യമഹാജനങ്ങളെ. അപ്പൊ ഞാൻ വിചാരിച്ചു വിജയകുമാർ ഇലക്ഷൻ നിൽക്കാൻ പോകും. നമുക്ക് നോക്കണം, സാധ്യത ഉണ്ടെങ്കിൽ പരിശോധിക്കാവുന്നതാണ് അല്ലേ? തോൽക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് കരുതി പോവാം. നമ്മൾ ഈ സെഗ്മെന്റിൽ പോകുന്നത് കമ്പ്യൂട്ടറിനെയും സാങ്കേതിക വിദ്യയെയും തള്ളിപ്പറഞ്ഞവർ എന്ന വിമർശനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. അതെ, അവരത് നേരിടുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് CPM ഇറക്കിയിരിക്കുന്നത് ഒരു AI സഖാവിനെയാണ്. നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ ക്ഷമത എന്ന AI സഖാവാണ് CPM-നായി ഇത്തവണ ബംഗാളിൽ വോട്ട് ചോദിക്കുന്നത്. নমস্কার, আমি সমতা। আমি AI মাধ্যমে তৈরি করা CPIM ওয়েস্ট বেঙ্গল এর একজন সঞ্চালিকা। আপনাদের সবাইকে রঙের উৎসবের শুভেচ্ছা। এবছরের রঙের উৎসবে আমাদের উপহার লাল আবিরে জেনিউ। আর আমার সাথে আপনাদের দেখা হবে CPIM ওয়েস্ট বেঙ্গলের ফেসবুক পেজ ও ইউটিউব চ্যানেলে। আপনাদের সবার মতামত আর ভালোবাসার অপেক্ষায় রইলাম আমরা। വിജയകുമാർ, ഈ AI സഖാവ് കോമഡി പറയൂ. എനിക്കൊരു നിർദ്ദേശമുള്ളത് അവിടുത്തെ ബംഗാളിലെ സഖാക്കളോട്, ഈ ക്ഷമതയ്ക്ക് പകരം ജ്യോതി ബസു, സഖാവ് ജ്യോതി ബസു ആയിരുന്നെങ്കിലോ? അല്ല, നമുക്ക് കൊണ്ടിറക്കാവുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്നെ വിജയകുമാറിന്റെ ഒക്കെ പണി ഭാവി പോകുന്നുള്ളതാണ്. അങ്ങനെ അടുത്ത തീരുമാനം അല്ല, ഞാനല്ല, വല്ല ഇതുപോലെ ഇപ്പൊ ക്ഷമതയെ പോലുള്ള ഒരു AI സഖാവ് എന്ന് ഇറങ്ങിയാ പോരെ? എന്തായാലും നമ്മളെക്കാളും ചോദിക്കുകയും ചെയ്യും. നമ്മളുടെ വാർത്ത വായിക്കുന്നതിലോ റിപ്പോർട്ട് ചെയ്യുന്നതിലോ ഒന്നും പോരാ. അപ്പൊ നമുക്ക് പേടിക്കാനില്ല തൽക്കാലം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതോടെ നമുക്ക് ഇന്നത്തെ സ്റ്റണ്ട് അവസാനിപ്പിക്കാം.